ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരി കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. രണ്ടും ഒരു അരമണിക്കൂറായത് നമ്മളൊന്ന് കുതിർത്തെടുത്താൽ മതിയേ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 15 കാഷ്യൂ നട്ടും ഒരു 20 ബദാമും കുതിർക്കാനായിട്ട് ഇട്ടിരുന്നേ. അപ്പോൾ അതിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം അതങ്ങ് അരച്ചെടുക്കാമേ. അപ്പോൾ അത് അരച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച പച്ചരി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചരി ഇട്ട് കൊടുത്ത് അതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിവിടെ ഏലക്ക പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏലക്ക പൊടി 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അതും അരച്ചെടുത്ത് ഒരു ബൗളിലോട്ട് മാറ്റാമേ. ഞാൻ ഏലക്ക പൊടിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ, അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ഇട്ടത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഏലക്ക മുഴുവൻ ഏലക്കയാണെങ്കിൽ ഒരു 5 6 ഏലക്ക ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അതും ഇവിടെ അരച്ച് റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് പാല് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പച്ചരി ഏലക്കയും കൂടെ നമ്മൾ അരച്ചല്ലോ, അതിന് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് അത് ഒരു 5 മിനിറ്റ് നല്ലോണം അതങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ലൊരു തിള വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ബദാമും കാഷ്യൂ നട്ടും തമ്മിലുള്ള മിക്സ് അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം അതും ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം അതൊന്ന് ഇളക്കി കൊടുത്ത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കിട്ടണേ. മിക്സ് ആക്കിയിട്ട് അതും ചെറുതായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് പാലൊക്കെ ഒന്ന് കുറുകാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ പാലൊന്ന് കുറുകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 200 ml കണ്ടൻസ്ഡ് മിൽക്ക് കേട്ടോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ഒരു മധുരമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാലിന് ഇത് കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലോണം കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. പാലൊന്നും അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി നമുക്ക് കണ്ടല്ലോ, ഇത് നല്ലോണം ഒന്ന് കുറുകി വരണം കണ്ടല്ലോ. അപ്പം പച്ചരിയും ബദാമും എല്ലാം നല്ലോണം വെന്ത് പാലെല്ലാം നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാമേ. അപ്പോൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടല്ലോ. കണ്ടല്ലോ, നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മുന്തിരി എടുത്ത് കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ പച്ചമുന്തിരി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്കൊന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി നമുക്ക് കട്ട് ചെയ്തോ മുഴുവനായിട്ടോ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് ഒരു മാതളം കട്ട് ചെയ്തത് അത് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി മാമ്പഴം കിട്ടുകയാണെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തില്ല, അപ്പോൾ അതിൽ മധുരം കുറവാണെന്ന് തോന്നണമെങ്കിൽ ഒരു 7 8 ഒരു ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താലും അത്യാവശ്യം മധുരം കിട്ടും കേട്ടോ. അപ്പോൾ അതായത് എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന പായസത്തിനേക്കാളും വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. കണ്ടല്ലോ, ഇതാണ് കേട്ടോ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. മുൻപോട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കയറിക്കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറിക്കണ്ട് സപ്പോർട്ട് ചെയ്യണേ. കണ്ടല്ലോ, കഴിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല കുറുകിയ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന്. അപ്പോൾ നല്ലൊരു സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.